ഒരു 3-4 വയസ്സുള്ള കുട്ടികൾക്ക് വരുന്ന ഒരു കുട്ടി പാവാടയും ബ്ലൗസും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഒരു പഴയ സാരി വെച്ചിട്ടാണ് ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത്. പാവാടയ്ക്ക് ഞൊറിയിടാൻ വേണ്ടി ഒരു 23 ഇഞ്ചാണ് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നത്. ഈ തുണിയിൽ ഇങ്ങനെ 23 ഇഞ്ച് ഇട്ടിട്ട് അളന്നിട്ട് അടയാളപ്പെടുത്തുക. ഇനി ഇത് സ്കെയിൽ വെച്ചിട്ട് നേരെ ഒന്ന് വരച്ച് കൊടുക്കുക. വരച്ചാലും നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ ഈസി ആയിരിക്കും. എന്നിട്ട് പിന്നെ ആ വരയുമ്പോൾ കൂടെ കട്ട് ചെയ്തെടുക്കുക. ഈ പാവാടയ്ക്കുള്ള ബാൻഡേജ് കട്ട് ചെയ്യണം. ബാൻഡേജ് ഒരു 26 ഇഞ്ച് നീളവും ഒരു 8 ഇഞ്ച് വീതി. 8 ഇഞ്ച് വീതി എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് അങ്ങോട്ടൊക്കെ മടക്കിയിട്ടുണ്ട് തുണി. അപ്പോൾ 4 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ഒരു 26 അല്ലെങ്കിൽ ഒരു 27 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. ബാൻഡേജിനുള്ള തുണി ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഈ ഒരു വീതിക്കാണ് കട്ട് ചെയ്തെടുത്തത്. ഇതിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ഡബിൾ മടക്കാക്കിയിട്ടാണ് ഞാൻ ബാൻഡേജ് വെക്കുന്നത്. പിന്നെ പാവാടേൻ്റെ ഞൊറിക്കുള്ള തുണിയും ബാൻഡേജും വെട്ടിക്കഴിഞ്ഞ് ഇനി പാവാടക്കുള്ള ലൈനിങ് കട്ട് ചെയ്യുക. ലൈനിങ് പാവാടക്ക് 23 ഇഞ്ചല്ലേ എടുത്തത്. അതുകൊണ്ട് ലൈനിങ് ഒരു 20 ഇഞ്ച് ഇട്ടിട്ടാണ് ലൈനിങ് വെട്ടുന്നത്. ലൈനിങ് എപ്പോഴും ഞൊറിക്കൊക്കെ ലൈനിങ് എപ്പോഴും വെട്ടുമ്പോൾ മേലത്തെ പീസിനെക്കാട്ടും കുറച്ച് വെട്ടണം. ഇനി പാവാടേൻ്റെ ബ്ലൗസ് കട്ട് ചെയ്യാം. ഒരു 13 ഇഞ്ച് ഇറക്കം വരുന്ന ബ്ലൗസാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. വീതി ഒരു വണ്ണം ഒരു 7 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. കഴുത്തിറക്കം ഒരു 5 ഇഞ്ച് അടയാളപ്പെടുത്തുക. കഴുത്തിൻ്റെ വീതി ഒരു 2 ഇഞ്ചും അടയാളപ്പെടുത്തുക. എന്നിട്ട് അതൊന്ന് വരച്ച് കൊടുത്താൽ മതി. പിന്നെ ഷോൾഡർ ഒരു 2.5 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തുക. കൈക്കുഴി ഒരു 6 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് അതൊന്ന് വരച്ച് കൊടുക്കുക. ഇനി ആ വരച്ചതിലൂടെ തുണി കട്ട് ചെയ്ത് എടുക്കുക. കഴുത്തും കൈക്കുഴിയും വെട്ടിയെടുക്കുക. ഫ്രണ്ട് കഴുത്ത് വി കഴുത്താണ് വെട്ടുന്നത്. ബാക്ക് കഴുത്ത് വട്ടത്തിൽ വെട്ടിക്കൊടുക്കുക. ഇനി ബാക്ക് പീസിൽ നമുക്ക് ഒരു ഓപ്പൺ കൊടുക്കുക. ബട്ടൺസ് വെക്കാനും സിബ് വെക്കാനൊക്കെയുള്ള ഓപ്പണില്ലേ, അതൊന്ന് കൊടുക്കുക. ബ്ലൗസിൻ്റെ ഫ്രണ്ടും ബാക്കും വെട്ടിക്കഴിഞ്ഞ് ഇനി നമുക്ക് കൈയും കൂടെ വെട്ടിയെടുക്കണം. തുണി രണ്ടാക്കി മടക്കിയിട്ട് കൈ ഞാനിവിടെ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. ഞാനിന്നൊരു മോഡൽ കൈയാണ് വെട്ടുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ വരച്ച് വെച്ചത്. കൈയിൻ്റെ ഇറക്കം 6.5 ഇഞ്ചാണ് ഇട്ടിട്ടുള്ളത്. വീതി ഒരു 5 ഇഞ്ചും ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ വരഞ്ഞതിലൂടെ വെട്ടിക്കൊടുത്താൽ മതി. നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ചെയ്യുന്നത് പോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഈ വരഞ്ഞ ഈ ഒരു ഷേപ്പിൽ ഈ വരയിട്ടയിലെ വെട്ടിക്കൊടുക്കുക. മേലെയും ഈ വരഞ്ഞതിലെ ഈ ഒരു ഷേപ്പിൽ വെട്ടിക്കൊടുക്കുക. ഇത് നിവർത്തുമ്പോൾ ഇതാ ഈ ഒരു ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത്. കൈയിൻ്റെ ബാക്കി ഭാഗം എന്താ ചെയ്യുന്നതെന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇത് സാരി കൊണ്ട് ചെയ്യുന്നതായതുകൊണ്ട് സാരീൻ്റെ തന്നെ ഒരു കഷ്ണമാണ് ഞാൻ ലൈനിങ് ആയിട്ട് ബ്ലൗസിന് ലൈനിങ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഈ ബ്ലൗസിന് വെട്ടിയ പീസ് ലൈനിങ്ങിൻ്റെ തുണിമേൽ നല്ല വശത്തോട് ചേർത്തിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കഴുത്ത് വെട്ടി അതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കഴുത്ത് ലൈനിങ് വന്നുള്ള കഴുത്ത് വെട്ടിക്കൊടുക്കുക. കഴുത്തിൻ്റെ തയ്യൽ തുമ്പ് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത നൂല് വെട്ടിപ്പോവരുത്. ഇതുപോലെ വെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ഈ തുണി മറിച്ചിടണം. ഇതുപോലെ മറിച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ കഴുത്തിൻ്റെ ഇതിലെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. സ്റ്റിച്ചിട്ട് കൊടുത്തതിന് ശേഷം ലേസ് വെച്ച് കൊടുക്കണം. കഴുത്തിലൂടെ ഇതുപോലെ ലേസ് വെച്ച് കൊടുക്കുക. ഇവിടെ എത്തുമ്പോൾ ഈ പോയിന്റിലെത്തുമ്പോൾ ഇവിടെ ഒന്ന് മടക്കി കൊടുക്കണം. കുറച്ച് ഉള്ളിലോട്ട് മടക്കിയിട്ട് തിരിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട് പീസ് കഴിഞ്ഞു. ഇനി ബാക്ക് പീസ് അതുപോലെ തന്നെ മറ്റൊരു തുണിയിൽ വെച്ചിട്ട് കഴുത്തിൻ്റെ ഇതിലെ ഇങ്ങനെ അടിച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കുക. ബാക്ക് കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് ഇനി ഫ്രണ്ട് കഴുത്ത് ചെയ്തതുപോലെ തന്നെ ലൈനിങ്ങും വന്ന് കഴുത്ത് വെട്ടിയെടുത്തിട്ട് ലൈനിങ്ങിൻ്റെ തുണിയിലും ഓപ്പൺ ഇട്ട് കൊടുത്തതിന് ശേഷം ആദ്യം ഉക്സ് വെക്കാനുള്ള ഓപ്പൺ റെഡിയാക്കി എടുക്കണം. ഫ്രണ്ട് കഴുത്തിൽ ചെയ്ത പോലെ തന്നെ ബാക്ക് കഴുത്തിൻ്റെയും തയ്യൽ തുമ്പ് സ്റ്റിച്ച് വെട്ടിപ്പോവാതെ ഇതുപോലെ വെട്ടിക്കൊടുക്കുക. ബാക്ക് പീസിലെ ഇടത് ഭാഗത്തെ ഓപ്പണ് ലൈനിങ്ങിനോട് ചേർത്തിട്ട് ഇതിലിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുത്താൽ മതി. അടിച്ച് മറിച്ചിടുമ്പോൾ ഇതുപോലെയാണ് കിട്ടുക. ഇത് നല്ല ഈസി ആയിട്ടുള്ള പരിപാടിയാണ്. പെട്ടെന്ന് കഴിയും ഇങ്ങനെ ചെയ്യുമ്പോൾ. ബാക്കിലെ വലത് ഭാഗം അടിച്ച് മറിക്കുന്നതിന് മുമ്പായിട്ട് ഒരു 2.5 ഇഞ്ച് വീതിയുള്ള ഒരു നീളത്തിലുള്ള തുണി കഷ്ണം എടുത്തിട്ട്
ഇതുപോലെ മടക്കിയിട്ട് ലൈനിങ്ങിൻ്റെയും ബോഡി പീസിൻ്റെയും ഉള്ളിലായിട്ട് ഇതുപോലെ വെച്ചിട്ട് വേണം ഇതിൽ അടിച്ചു കൊടുക്കാൻ. ഇതിൽ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം നമുക്ക് ഈ തുണി മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കഴിയുമ്പോൾ ഇതുപോലെയാണ് കിട്ടുക. ഇനി ഇവിടെ ഈ ഒരു പീസ് ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് വേണം ഇനി സ്റ്റിച്ച് ചെയ്യാൻ. ഇവിടെയാണ് നമ്മൾ ഉക്സ്, കുഴ ഇതൊക്കെ വെച്ച് കൊടുക്കുന്നത് ഇവിടെയാണ്. അത് തയ്ച്ചതിന് ശേഷം നമുക്ക് ഫ്രണ്ടും ബാക്കും കൂട്ടി യോജിപ്പിക്കാം. ഷോൾഡർ നല്ല വശത്തോട് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ആ ബാക്കത്തെ ലൈനിങ്ങിൻ്റെ പീസ് മുൻപോട്ടേക്ക് ഇതുപോലെ മടക്കിയെടുക്കുക. ഇതുപോലെ നല്ലോണം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എന്നിട്ട് ഇതിലെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഇനിയിപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇതുപോലെ ചെയ്താലും മതി. ബാക്ക് പീസ് ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ഈ ഫ്രണ്ട് പീസ് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്ന് മടക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഷോൾഡർമ കൂടെ തയ്ച്ച് കൊടുക്കുക. ഞാനിതാ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് ഇനി നിവർത്തിയാൽ ഇതുപോലെയാണ് ഉണ്ടാവുക. സ്റ്റിച്ചിങ് ഒന്നും എവിടെയും കാണൂല. രണ്ട് ഷോൾഡറും ഇതുപോലെ തന്നെ കൂട്ടി യോജിപ്പിക്കുക. ഷോൾഡറൊക്കെ കൂട്ടി അടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ബ്ലൗസിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്യണം. സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കത് അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് കൈ റെഡിയാക്കാം. ഇനി കൈ സ്റ്റിച്ച് ചെയ്തിട്ട് കൈ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. കൈക്ക് വെട്ടിയെടുത്ത ഈ തുണി വേറൊരു തുണി കഷ്ണത്തിൽ വെച്ചിട്ട് ഇതിലെ ഇങ്ങനെ അടിച്ച് മറിച്ചിടുകയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അവിടെ തയ്ച്ച് കൊടുത്തതിന് ശേഷം മുകളിലുള്ള കൈവെട്ടിയ പീസിൻ്റെ അതേ ഷേപ്പിൽ നമുക്ക് ലൈനിങ് തുണി വെട്ടി കൊടുക്കാം. അതിനുശേഷം തയ്യൽ തുമ്പ് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ രണ്ട് കൈയും അടിച്ച് മറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലേക്കുള്ള ഒരു ഞൊറി റെഡിയാക്കാനുണ്ട്. ഇതുപോലെയുള്ള ഒരു തുണിയിൽ നമുക്ക് ഞൊറി ഇട്ട് കൊടുക്കാം. ഞൊറി ഇട്ട് കഴിഞ്ഞാൽ ആ കൈയിൻ്റെ നേരത്തെ അടിച്ച് മറിച്ചിട്ട ആ പീസ് ഇതുമേലിങ്ങനെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ ആദ്യം വെട്ടി മാറ്റിയ ആ പീസിലെ കൈമെന്ന് വെട്ടി മാറ്റിയ പീസ് ഇതിലെ വെച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ വെട്ടിക്കൊടുക്കുക. ആ വെട്ടിയ പീസില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മടക്കി വെച്ചിട്ട് കൈയിൻ്റെ ഷേപ്പിൽ വെട്ടിക്കൊടുത്താൽ മതി. കൈ റെഡിയായി. ഇനി താഴെ കൂടെയും ഈ സൈഡ് കൂടെയും നമുക്ക് ലേസ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കൈ മറിച്ചിട്ടിട്ട് ചെറുതായിട്ട് ഒന്ന് ഇതിലെ ഇങ്ങനെ ഫുള്ളാക്കണ്ട, കുറച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് കൈയിൻ്റെ സ്റ്റിച്ച് ചെയ്യാണ്ട് വെച്ച ഈ ഭാഗവും കൈക്കുഴീൻ്റെ ഈ ഭാഗവും ഒപ്പിച്ച് വെച്ചിട്ട് അതിലൂടെ വേണം നമുക്ക് കൈ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇതേപോലെ തയ്ച്ചെടുത്താൽ മതി. രണ്ട് കൈയും ഇതേപോലെ തയ്ച്ചെടുക്കാം. ചിലർ ബോഡി കൂട്ടി യോജിപ്പിക്കാണ്ട് കൈ ആദ്യം വെച്ചിട്ട് ബോഡി യോജിപ്പിക്കുന്ന ആൾക്കാരുമുണ്ട്. ഞാൻ ആദ്യം ബോഡി യോജിപ്പിച്ചതിന് ശേഷമാണ് കൈ വെക്കുന്നത്. ഇനി ബ്ലൗസിൻ്റെ താഴെ വക്ക് മടക്കി തയ്ച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് പാവാട എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് പാവാടക്കുള്ള ഞൊറി ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ ലൈനിങ്ങിനും നമുക്ക് ഞൊറി ഇട്ട് കൊടുക്കാം. ലൈനിങ്ങിന് ഞൊറി ഇട്ടതിന് ശേഷം നമുക്ക് രണ്ടും കൂടെ ഒന്ന് കൂട്ടി അടിച്ച് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ ഈ തുണീൻ്റെ പുറകിലായിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് രണ്ടും കൂടെ കൂട്ടി അടിച്ച് കൊടുക്കുക. ഇനി നമുക്ക് പാവാടേൻ്റെ ബാൻഡേജ് ഫിറ്റ് ചെയ്യാം. ബാൻഡേജ് ഇങ്ങനെ രണ്ട് മടക്കാക്കിയിട്ട് നമ്മൾ 8 ഇഞ്ച് വീതിയിലും 27 ഇഞ്ച് നീളത്തിലുമല്ലേ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊന്ന് രണ്ടാക്കി മടക്കിയിട്ടാണ് ബാൻഡേജ് രണ്ടാക്കി മടക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ബാൻഡേജ് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ മടക്കി എടുത്തിട്ട് ഈ സൈഡൊന്ന് അടിച്ചു കൊടുക്കുക. സൈഡ് രണ്ടും കൂട്ടി യോജിപ്പിക്കുക. ഇനി പാവാടയ്ക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു ഇലാസ്റ്റിക് എടുത്ത് കൂട്ടി യോജിപ്പിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് മടക്കി അടിച്ചു കൊടുത്താൽ മതി. ഇലാസ്റ്റിക് വെച്ച് കഴിഞ്ഞിട്ട് ഇലാസ്റ്റിക്കിൻ്റെ ഇതിലെ മേലെ കൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കണം. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും എൻ്റെ അവതരണം മനസ്സിലാവാണ്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം.
ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യുക. ബൈ.